പുറത്ത് നല്ല അസ്സല് മഴ. ഈ സമയത്ത് ടൂറ് പോയാൽ എന്തായിരിക്കും അവസ്ഥ? അപ്പോൾ അതാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഗോബൂസ് ടിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. മലമ്പുഴയ്ക്കാണ് ഞങ്ങൾ ട്രിപ്പ് പ്ലാൻ ചെയ്തത്. കുറേ നാളായിട്ടുള്ളൊരു തീരുമാനമായിരുന്നു ട്രിപ്പ് പോകണമെന്ന്. അപ്പോൾ എല്ലാം കൂടി ഒത്തുവന്ന് ഞങ്ങൾ തീരുമാനമെടുത്ത ദിവസവും നല്ല അസ്സല് മഴയും. പോകാണ്ടിരിക്കാൻ പറ്റുമോ? വണ്ടി ബുക്ക് ചെയ്തു, ആൾക്കാരെല്ലാവരും റെഡിയായി, എന്താ ചെയ്യുക, പോയി. അങ്ങനെ നല്ല മഴ, നല്ല പൊരിഞ്ഞ മഴയിൽ തന്നെയാണ് ഞങ്ങൾ മലമ്പുഴയിൽ എത്തിയത്. എല്ലാവരും നല്ല ആ കയറി നിൽക്കാനുള്ള സ്ഥലത്തോ നല്ല ചോർച്ച്, എല്ലാവരുടെ തലയിലും നല്ലോണം വെള്ളമായി. പക്ഷേ മഴയാണെന്ന് വിചാരിച്ചിട്ട് ആൾക്കാർക്ക് ഒരു കുറവുമില്ല. നല്ല നല്ല തിരക്കായിരുന്നു, അസ്സല് തിരക്ക്. കോട്ട് വിൽക്കണ ആൾക്കാർക്ക് ലാഭം, കാരണം കുട കരുതാത്തവരുണ്ടാവും. എല്ലാവരും കോട്ട് മേടിച്ചിട്ടു സുഖമായിട്ട് നടന്ന് എല്ലാ കാഴ്ചകളും കാണാമായിരുന്നു. ഞങ്ങളുടെ അസോസിയേഷനിൽ നിന്നാണ് ഞങ്ങൾ ടൂർ പോയത്. ഒരു ബസ് ആളുണ്ടായിരുന്നു, 45 പേര്. അങ്ങനെയാണ് ഞങ്ങൾ ട്രിപ്പ് പ്ലാൻ ചെയ്തത്. ആദ്യം തന്നെ ഞങ്ങൾ മലമ്പുഴയിലെത്തി, ഒരു കാപ്പി കുടിച്ച് അങ്ങനെ അങ്ങോട്ട് നടന്നു. ഫസ്റ്റ് ഞങ്ങൾ ഡാം കാണാനായിട്ട് പോകാണ്. അപ്പോൾ ഇത്രയും മഴ പെയ്യല്ലേ, അപ്പോൾ വെള്ളമൊക്കെ എന്തോരായി എന്നൊക്കെ ഒന്ന് അറിയാലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഫസ്റ്റ് തന്നെ ഡാമിലേക്കാണ് നടത്തം. മലമ്പുഴയിൽ നന്നായിട്ട് കാണാനുള്ള സ്ഥലങ്ങളുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ മഴയിൽ പെട്ട കാരണമാണ് നമുക്കങ്ങോട്ട് വിചാരിച്ച ഒരു എൻജോയ്മെൻറ്റ് കിട്ടാതെ പോയത്. പക്ഷെ ഞങ്ങളതിന് മുന്നേ വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുവിധം സ്ഥലങ്ങൾ നമ്മൾ അതിൻ്റെ ഉള്ളിൽ ഗാർഡൻസ് ഉണ്ട്, നമ്മൾ പിന്നെ റോപ്പ് വേ ഉണ്ട്. റോപ്പ് വേയിൽ കയറിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരുവിധം എല്ലാം കാണാൻ പറ്റും. അതിൽ കയറുമ്പോൾ ഒരു പേടി ഉണ്ടാവും. ഞാൻ ഇപ്രാവശ്യം പോയപ്പോൾ കയറിയില്ല, അതിന് മുന്നേ ഞാൻ ഒരു വട്ടം വന്നപ്പോൾ കയറിയിട്ടുണ്ടായിരുന്നു. പക്ഷേ പേടിച്ചാണ് ഇരുന്നത്. പക്ഷെ നല്ലൊരു കാഴ്ചയാണ് അത്, കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും അതിൽ കയറുമ്പോൾ. നന്നായിട്ട് ഗാർഡൻ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ മഴ അങ്ങനെ കനത്തായിട്ട് പിടിച്ചപ്പോൾ അതൊക്കെ നശിച്ചിങ്ങനെ പോണ പോലെ ആയിട്ടുണ്ട്. പക്ഷേ നല്ല നല്ല ക്ലൈമറ്റ് ആയിരുന്നെങ്കിൽ നല്ലൊരു എൻജോയ്മെൻറ്റ് കിട്ടിയതായിരുന്നു. പിന്നെ ഞങ്ങൾ കയറിയപ്പോൾ മഴ ഉണ്ടായിരുന്നെങ്കിലും പിന്നെ കുറേശ്ശെ മഴ മാറി തുടങ്ങി. കാരണം കുടയില്ലാണ്ട് നടക്കാമെന്നുള്ളതായിട്ടുണ്ട്. ഞങ്ങളുടെ കൂടെ വന്നവരെല്ലാവരും പലവരും പല വഴിക്കായി. കുറേ പേര് അക്വേറിയം കാണാൻ പോയി, കുറേ പേര് റോപ്പ് വേയിൽ കയറാൻ പോയി, പിന്നെ ഒരു സ്നേക്ക് പാർക്ക് ഉണ്ട് അതിൽ പോയി, പിന്നെ ഒരു തൂക്കുപാലമുണ്ട്. അപ്പോൾ കുറച്ച് പേര് അങ്ങോട്ട് പോയി. ഞങ്ങൾ ആദ്യം ഡാം കാണാമെന്ന് വിചാരിച്ചിട്ട് മുകളിലേക്ക് കയറി തുടങ്ങിയത്. മുകളിലേക്ക് കയറാനും നല്ല തിരക്കായിരുന്നു കേട്ടോ. നന്നായിട്ട് ആളുകളുണ്ടായിരുന്നു. മഴയൊന്നും ഒരു പ്രശ്നമല്ല എന്നുള്ളത് ഇത് കണ്ടപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി. അങ്ങനെ ഞങ്ങൾ മുകളിലേക്ക് കയറിയപ്പോൾ വിചാരിച്ച പോലെ വെള്ളമൊന്നും ഇല്ല. കാരണം ഇത്രയും മഴ പെയ്തപ്പോൾ നമ്മൾ നന്നായിട്ട് ഡാം നിറയാറായിട്ടുണ്ടാവും എന്ന് വിചാരിച്ചു. പക്ഷേ അത്ര കാര്യമായിട്ടുള്ളൊരു വെള്ളവും ഇല്ല. പിന്നെ ആ പാലത്തിൻ്റെ മുകളിൽ നിന്നിട്ടുള്ളൊരു കാഴ്ച, അതൊരു നല്ലൊരു കാഴ്ചയാണ്. നല്ല മഴക്കാറുണ്ടായിരുന്നു. ഇനി അടുത്ത മഴയ്ക്കുള്ള ഒരു തയ്യാറെടുപ്പ് ഉണ്ടായിരുന്നു. കണ്ടില്ലേ, അതിൻ്റെ മുകളിൽ നിന്നിട്ടുള്ളൊരു കാഴ്ചയാണ്. മഞ്ഞൊക്കെ ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു. പക്ഷേ എനിക്കിത് വീഡിയോയിൽ ശരിക്കും അത് കാണില്ല. മഞ്ഞിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. നല്ലൊരു മഴക്കാറ് നോക്കിയാൽ നന്നായിട്ട് മഴക്കാറുണ്ട്. ഇപ്പം പെയ്യുന്നുള്ള മട്ടി തന്നെയാണ്. എല്ലാവരും കോട്ടിട്ട് നിരന്ന് നിൽക്കണ നോക്കി നല്ല രസമായിരുന്നു അതിലൊരു കാഴ്ച. കാരണം കുട പിടിച്ച് നടക്കണേലും നല്ലത് കോട്ടിട്ട് നടക്കണതല്ലേ. അങ്ങനെ ഞങ്ങൾ ഡാം കണ്ടു, താഴെ ഇറങ്ങി. പിന്നെ ഞങ്ങൾ തൂക്കുപാലത്തിലേക്ക് കയറാനായിട്ടുള്ള നടത്താണ്. അപ്പോൾ അതൊന്ന് കാണാമെന്ന് വിചാരിച്ചു. അതിൻ്റെ ചുറ്റുവട്ടത്തുള്ള കാഴ്ചകളൊക്കെ ഇങ്ങനെ കണ്ടു. നന്നായിട്ട് പൂക്കളുണ്ടായിരുന്നു. പക്ഷേ മഴ കാരണം ഫുള്ള് നശിച്ചു പോയി. എന്നാലും നന്നായിട്ട് കാണാനുണ്ട് കേട്ടോ. അതൊരു നല്ല കാഴ്ച തന്നെയാണ്. നല്ലൊരു താമരക്കുളമുണ്ട്, നല്ലോണം പൂവുണ്ടായിരുന്നു, നല്ല റെഡ് താമരയായിരുന്നു, നന്നായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ തൂക്കുപാലത്തിലേക്ക് എത്തി. അങ്ങനെ അത് നടന്നു പോകായിരുന്നു. അപ്പോഴാണ് നന്നായിട്ട് നല്ലോണം കുരങ്ങന്മാരുണ്ടായിരുന്നു. ആൾക്കാരെ കണ്ടപ്പോൾ ഓരോരുത്തരും ഓരോ ഭക്ഷണം കഴിച്ച് വരുന്ന കാണുമ്പോൾ അവർക്കത് തട്ടിപ്പറിക്കാനുള്ളൊരു വെമ്പലാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആണ് നന്നായിട്ട് കുരങ്ങന്മാർ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. കണ്ട, നമ്മളിവിടെ നിൽക്കുമ്പോൾ തൂക്കുപാലത്തിൽ കൂടെ പോകുമ്പോൾ നമുക്ക് ഡാം കാണാം ശരിക്കും. ഞങ്ങളിത് ആക്രമിക്കുമോ എന്നുള്ളൊരു പേടിയുണ്ടായി. മൊബൈലിൽ വീഡിയോ എടുക്കുമ്പോൾ ചിലപ്പോൾ മൊബൈൽ തട്ടിപ്പറിച്ചുകൊണ്ട് പോകൂലേ. അപ്പോൾ അത് കാരണം ഞങ്ങൾ പതുക്കെ കുറേശ്ശേ എടുത്തോളൂ. നല്ല അമ്മ അങ്ങനെ കുട്ടീനെ അടക്കി പിടിച്ചിട്ടാണ് കൊണ്ടുപോകുന്നത്. എല്ലാവരുടെ നമ്മുടെ തൂക്കി വയറിൻ്റെ അവിടെ കുട്ടികളുണ്ട്. അത് ശരിക്കും കാണിക്കാൻ പറ്റില്ല. ചിലപ്പോൾ മൊബൈൽ തട്ടിപ്പറിച്ച് പോയാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അധികം അവിടെ വീഡിയോ എടുത്തില്ല. അങ്ങനെ ഞങ്ങൾ
വീണ്ടും ആ ഭാഗത്തുനിന്നും വന്നു വേറൊരു നല്ലൊരു പോണ്ടിൻ്റെ അടുത്തെത്തി. നല്ല കാഴ്ചകളാട്ടോ, നന്നായിട്ട് അത്യാവശ്യം നന്നായിട്ട് കാണാനുള്ള കാഴ്ചകളുണ്ട്. അങ്ങനെ ഞങ്ങൾ തിരിച്ച് പോകാണ്. വലുതായിട്ടല്ലെങ്കിലും അത്യാവശ്യം നന്നായിട്ട് ഞങ്ങളൊന്ന് എൻജോയ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ ഞങ്ങൾ പതുക്കെ ബസ്സിൻ്റെ അടുത്തേക്ക് നടന്നു പോവാണ്. പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.